സംസ്ഥാന സർക്കാരിന്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ ഗവർണറെ കായികമായി ആക്രമിച്ച് വരുതിക്ക് വരുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കാസർഗോഡ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ ഗവർണറെ കായികമായി ആക്രമിച്ച് വരുതിക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു സമീപനമാണ് സംസ്ഥാന മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗവർണറുടെ യാത്രാവേളയിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു കൂട്ടം ഗുണ്ടകളെ ഇറക്കിവിട്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ ഇന്ന് നിലവേലിൽ ഒരു നീക്കം നടന്നിട്ടുള്ളത്. ഏതാണ്ട് 40ഓളം പേർ 40-50 പേർ അദ്ദേഹത്തിന്റെ യാത്രാമധ്യേ കൂടി നിൽക്കുന്നതും മാധ്യമപ്രവർത്തകരെ അടക്കം അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകളെ സംഘടിപ്പിച്ച് നിർത്തിയിട്ട് കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് ഈ വിവരം മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ അറിവുണ്ടായിട്ടും ഗവർണറുടെ യാത്ര വഴി അത് സുഗമമാക്കാനുള്ള നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയില്ല. മാത്രമല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ VIP സെക്യൂരിറ്റിയുടെ ഭാഗം എന്നുള്ള നിലയിൽ ഗവർണറുടെ റൂട്ട് മാറ്റിക്കൊണ്ടുപോകാവുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നില്ല. അപ്പൊ അതിനർത്ഥം ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് പോലീസിന് ഇന്റലിജൻസിൽ നിന്ന് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ പ്രതിഷേധം നേരിടാൻ ആഭ്യന്തര വകുപ്പ് നടപടിയെടുത്തില്ലെന്നും മുരളീധരൻ ആരോപിച്ചു. അത് പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയതാണ്. പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തും നടത്തിയതാണ്. ആ ശൈലി സംസ്ഥാന ഭരണത്തിന്റെ തലവനായിട്ടുള്ള വ്യക്തി, സംസ്ഥാനത്തിന്റെ തലവനായിട്ടുള്ള വ്യക്തി ഗവർണർക്കെതിരായിട്ട് പ്രയോഗിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.